ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ചിലവ് കുറഞ്ഞ ഒരു ബിരിയാണിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സോയാബീൻ ബിരിയാണി അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ കഴുകിയെടുത്ത സോയാബീൻ ബോളുകൾ അടുപ്പത്ത് വെച്ച് വെള്ളം വെച്ച് ഒരു 2-3 കപ്പ് വെള്ളം വെച്ച് അതിലിട്ട് തിളപ്പിച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇതുപോലെ ചിത്രത്തിൽ കാണുന്ന വേവിച്ച് എടുത്ത് ഊറ്റി വെക്കുക. വളരെ സോഫ്റ്റായി മാറും അപ്പോൾ ഈ സോയാബീൻ ബോൾ. ഇതിലേക്ക് ചേർക്കുക. കൂടാതെ കോൺഫ്ലവറും ചേർത്ത് അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കുക. ഇത് നമുക്ക് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണിത്. ഈ സോയാബീൻ ബോളുകൾ നമുക്ക് മാറിനേറ്റ് ചെയ്ത് മസാലക്കൂട്ടുകൾ, ഈ പറയുന്ന മസാലക്കൂട്ടുകൾ ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, കോറിയാൻഡർ പൗഡർ 1 ടീസ്പൂൺ, ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ അങ്ങോട്ട് കുഴച്ച് മിക്സാക്കി വെക്കുക. ഇത് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ പൊരിച്ചെടുക്കണം, ഷാലോ ചെയ്തെടുക്കണം. വേണ്ട, ഒരു ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി. ഇതിലൊരു കുറച്ച് ഭാഗം മാത്രം ഈ സോയാബീൻ സോയാബീൻ ബോളുകൾ എടുത്തിട്ട് ഒരു 10-20 എണ്ണം നേർപകുതിയാക്കി കട്ട് ചെയ്ത് ഇതുപോലെ പൊരിച്ചെടുക്കണം. വേണ്ട, അത് പൊരിച്ച് ഇതുപോലെ നമ്മളത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡീപ്പായിട്ട് മൊരിച്ചെടുക്കണം. അത് മാത്രം ഒരു 20 പീസ് ചങ്ക് ഇതുപോലെ പകുതിയാക്കിയിട്ട് മൊരിച്ചെടുക്കണം. നന്നായിട്ട് പൊരിയണം. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങാം. ചോറിൻ്റെ പരിപാടി നമുക്ക് ബസ്മതി അരി ആദ്യം കഴുകിയെടുത്ത്, ഞാനിവിടെ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. 1 കിലോ അരിയാണ്. അതിനായിട്ട് നമ്മൾ ചോറ് വേവിക്കാനായിട്ട് ഒരു കലം അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ 1/4 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ നെയ്യ് ഇട്ടോ, 1 ടീസ്പൂൺ നെയ്യ്, കരയാമ്പൂ, പട്ട, ഏലം ഇത് ചേർക്കുക. എന്നിട്ട് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഈ 1 കപ്പിലാണ് ഞാൻ അരി എടുത്തിരുന്നത്. ഈ 1 കപ്പ് അരി എന്ന് പറയുമ്പോൾ ഏത് കപ്പിലാണ് നിങ്ങൾ എടുക്കുന്നത് അത്രക്കും 1.5, ഇപ്പോൾ ഈ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. നിങ്ങൾ ഏത് അളവ് എടുക്കണം അതിൻ്റെ പകുതി കൂടി കൂടുതൽ വെള്ളം ചേർത്ത് വേണം അരി വേവിക്കാനായിട്ട്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഉപ്പും ചേർത്ത് നമ്മൾ കഴിയുക. കുറച്ച് തിളച്ച് വരുമ്പോൾ മാത്രമേ നമ്മൾ അരി ചേർക്കാൻ പാടുള്ളൂ. കണ്ടോ, ചെറുതായിട്ട് വന്നു കഴിയുമ്പോൾ അരി നമ്മൾ ചേർക്കണം. കഴുകി കുതിർത്ത് വെച്ച അരി നമ്മളതിലേക്ക് ചേർത്ത് ആഡ് ചെയ്യണം. വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് ഉപ്പും ചേർക്കണം ആവശ്യത്തിനനുസരിച്ച്. പക്ഷേ അരിയുടെ വേവ് എന്ന് പറഞ്ഞാൽ 70% വേവ് പാടുള്ളൂ. പകുതി വേവ്, ഒരു 70%. അതിനുശേഷം നമ്മൾ കശുവണ്ടി പൊരിച്ചെടുക്കുക ആദ്യം. അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത്, 1.5-2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തുള്ളൂ. എണ്ണ ചേർത്ത് കശുവണ്ടി മൊരിച്ചെടുക്കുക. കശുവണ്ടി നിങ്ങൾക്ക് പറഞ്ഞ ഒരു ചിലവ് കൂടുതലാണ്. ഇത് കശുവണ്ടി ഓപ്ഷനാണ്. നിങ്ങൾക്ക് ചേർത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. കശുവണ്ടിയും കിസ്മസും ചേർക്കണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ 150 രൂപ എന്നുള്ളതിൽ ഇത്തിരി കൂടി കാശ് കൂടും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ഓപ്ഷണലാണ്. ഇതുപോലെ മൊരിച്ച് എടുക്കാം. കിസ്മസും അണ്ടിയും കശുവണ്ടിയും മൊരിച്ചും മാറ്റി വെക്കുക. അത് ഗാർണിഷ് ചെയ്യാനാണ്. ലാസ്റ്റ് നമ്മൾ ബിരിയാണി ദം വെക്കുമ്പോൾ മാത്രം മതി. ഇത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള സവാളയും മൊരിച്ചെടുക്കണം. ഒരു ചെറിയ സവാളയും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇതുപോലെ മൊരിച്ചെടുക്കണം. അത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ മൊരിക്കണം. അത് ഈ പറഞ്ഞ കശുവണ്ടി കിസ്മസിൻ്റെ കൂടെ മാറ്റി വെക്കണം മൊരിച്ചതിന് ശേഷം. ഇത് നമുക്ക് അവസാനം ദമ്മിൻ്റെ ഒപ്പം ഇട്ട്
ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് മസാല കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് 2 വലിയ സവാള നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. 2 3 എടുത്തോ, ചെറുതാണെങ്കിൽ 3 എടുത്തോ. 3 സവാള എടുത്ത് നമ്മൾ പാനിലിട്ട് വഴറ്റിയെടുക്കുക. ഇതൊരു ചെറിയ തോതിൽ വഴറ്റിയെടുക്കണം. 3 ടേബിൾ സ്പൂൺ എണ്ണെങ്കിലും ഒഴിച്ചിരിക്കണം. നെയ്യാണെങ്കിൽ നല്ലത്, നെയ്യാകുമ്പോൾ ചിലവ് കൂടും, ഓയിലായാലും മതി. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് നമ്മൾ ഇളക്കി അത് ഇതാക്കി എടുക്കുക. ശേഷം ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. അതിനുശേഷം ചെറുതായിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കണം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. മല്ലിയില ഇറക്കുക. മല്ലിയില കുറച്ച് മല്ലിയില ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ മറ്റുള്ള മസാലപ്പൊടി ചേർക്കുക. ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, പിന്നെ ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അത് ചേർക്കുക 1.5 ടീസ്പൂൺ. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക, മിക്സാക്കുക. മിക്സാക്കി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സാകുന്ന 3 ടൊമാറ്റോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ടൊമാറ്റോ 3 ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുക. ശരിക്കും മിക്സ് ചെയ്ത് മസാലയിട്ട് ടൊമാറ്റോ മസാലയിട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ ചോറ് അടുപ്പത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവും, വെള്ളം വറ്റിയിട്ടുണ്ടാവും. തീ ഓഫ് ചെയ്ത് വെക്കണം. ചെറിയ തീയിലായിരിക്കണം വെക്കേണ്ടത്. ഇപ്പോൾ മൂടി വെക്കുക. നമുക്കത് പിന്നെ എടുക്കാം, ദമ്മിന് എടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. അത് കഴിഞ്ഞാൽ നമ്മൾ ക്യുമിൻ സീഡ് എന്ന് പറയുന്നത് മറ്റേ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. കേട്ടോ, 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ് ജീരകപ്പൊടി ചേർത്ത് 1/2 കപ്പ് വെള്ളം. അത് ഈ 1/2 കപ്പ് വെള്ളം നമ്മൾ ചേർക്കുന്നത് ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. സോയാബീൻ അതിൽ കിടന്നാണ് ഈ വെള്ളത്തിൽ കിടന്ന് വേകണം. അപ്പോൾ ഇത്തിരി വെള്ളം മതി. നമ്മളത് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാര്യം ഈ ബിരിയാണിക്കുള്ളതാണെന്നുള്ള ഓർമ്മ, കറിയല്ല. അതുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേകാൻ വേണ്ടിയാണ്. സോയാബീൻ അതിൽ കിടന്നാണ് വേകണം. 1/2 കപ്പ് വെള്ളം മതി. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത സോയാബീൻ അതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയ സോയാബീൻ അത് മാറ്റി വെച്ചേക്കണം കേട്ടോ. കാര്യം അത് ഇതിൽ ചേർക്കരുത്. അത് ലാസ്റ്റ് നമ്മൾ ഗാർണിഷാണ്ടത്. ഒന്ന് മൂടി വെച്ചേക്കാം. മറ്റേ മിക്സ് ചെയ്ത മസാല ഒന്ന് 5 മിനിറ്റ് വേകാൻ വേണ്ടി മൂടി വെച്ചാൽ. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ ഇതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൽ ചേർത്ത് ഒന്ന് ഇളക്കി വെക്കണം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്യുമ്പോൾ കളർ കിട്ടാൻ വേണ്ടി, ഒന്ന് ചെറിയൊരു പുളിക്കും കളറും കിട്ടാൻ വേണ്ടിയാണ് ഈ മിശ്രിതം ഉണ്ടാക്കി വെക്കുന്നത്. ഇത് നമ്മൾ ഈ മിശ്രിതം ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കണം. ദം ചെയ്യുമ്പോൾ നമുക്കിത് ഒഴിക്കാനായിട്ടാണ്. ഇത് മറന്നു പോരുത്. ദം ചെയ്യുന്ന സമയത്ത് ഇത് എടുത്തിട്ട് ഇത് ഒഴിക്കണം. അത് ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതോടെ ഇതിപ്പോൾ നമ്മുടെ മസാല ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വേവിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വേണമെന്നില്ല. അത് തീ കളയേണ്ട ആവശ്യമില്ല. സോയാബീൻ പെട്ടെന്ന് വേവും. ഇപ്പം ഇതിപ്പോൾ ദമ്മാണ്. നമ്മളൊരു കലം വെച്ച് ദമ്മിന് വേണ്ടിയിട്ട് പകുതി മസാല ഇടുക. ആദ്യത്തെ ദമ്മിൽ ഒരു ലെയറായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ ഒരു പകുതി മസാല നമ്മൾ ഇതിലേക്ക് ഇടുക. ശേഷം നമ്മൾ ചോറ് അതിൻ്റെ മുകളിൽ ചോറ് വിതറുക. ദമ്മിനുള്ള ചോറ് കണ്ടോ, ദമ്മ് ചെയ്യണം. അത് ചോറിട്ട് ആദ്യത്തെ ലെയർ ഒരു പകുതി ചോറ് നമ്മൾ പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് മാറ്റുക. മസാലയുടെ മുകളിൽ ചുറ്റുമായിട്ടിട്ട് പരത്തി വെക്കുക.
ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞില്ല ഒരു മഞ്ഞപ്പൊടിയുടെ ദ്രാവകം, ആ മഞ്ഞപ്പൊടി കലക്കിയ ചെറുനാരങ്ങ വെള്ളം അത് അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം മാറ്റി വെച്ച നമ്മൾ പൊരിച്ച് വെച്ച കശുവണ്ടിയും കിസ്മിസും അതിൻ്റെ മുകളിൽ വിതറുക. കശുവണ്ടിയും കിസ്മിസും വിതറിയതിന് ശേഷം നമ്മൾ മല്ലിയില ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ലെയർ ദമ്മ് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും മസാല, ബാക്കി വെച്ചുള്ള മസാല ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദമ്മിൻ്റെ പരിപാടി ഏകദേശം പൂർണ്ണമായെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിൽ കശുവണ്ടി നമ്മൾ ആദ്യത്തെ ലെയറിൽ കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. പകുതി മാറ്റി വെച്ചിട്ടുണ്ടാകണം. പകുതി കശുവണ്ടിയും പകുതി കിസ്മിസും. ശേഷം നമ്മൾ കുറച്ചും സവാള പൊരിച്ച് വെച്ചിട്ടില്ലേ, ആ സവാളയും കൂടി ഈ ലെയറിന് മുകളിലേക്ക് ഇടണം. ഇപ്പം ഇതിൽ കാണിക്കും എടാ, കശുവണ്ടി കിസ്മിസ് ഇട്ട് ശേഷം നമ്മൾ ആ സവാള ഇടണം. അതിന് ശേഷം പൊരിച്ച് വെച്ച സവാള അതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ ആ മഞ്ഞൾ കലക്കിയ ചെറുനാരങ്ങ വെള്ളം അതും കൂടി ചേർത്ത്, പിന്നെ ഈ മല്ലിച്ചപ്പ് ആദ്യത്തെ ലെയറിലും നമ്മൾ മല്ലിച്ചപ്പ് വറുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും മല്ലിച്ചപ്പ് വറുത്ത ശേഷം ആ ചെറുനാരങ്ങയുടെ ലായനി അതിലേക്ക് ചുറ്റോടി അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദമ്മ് പൂർത്തിയായി. പിന്നെ നമ്മൾ ദമ്മിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ ആണ് വെക്കുക. സോറി, ഞാൻ അതിൻ്റെ കൂടി മുട്ട വെക്കണം. 2 മുട്ട 3 മുട്ട ഉണ്ടെങ്കിൽ, ഈ സോയാബീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലർക്ക് അത് കുറച്ചുകൂടി മുട്ടയും കൂടി ഉണ്ടെങ്കിൽ തിന്നാൻ ടേസ്റ്റ് ആയിരിക്കും. അതാണ് മുട്ട കറി. പിന്നെ അലൂമിനിയം ഫോയിൽ, ഈ ദമ്മിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ 2 കഷ്ണമായിട്ട് വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ശരിക്കും മൂടുന്ന രീതിയിൽ ശരിക്കും ചുറ്റുകൂടിയിട്ട് നമ്മളത് ഫോയിൽ പേപ്പർ വെച്ചങ്ങോട്ട് പൊതിയുക. നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിൽ താല വെക്കുക. കേട്ടോ, താല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെച്ചേക്കുക. മനസ്സിലായി? അപ്പോൾ ഒട്ടും ആവി പുറത്ത് പോകാതെ നന്നായിട്ട് വെന്ത് വരും. ചോറ് പകുതി വെന്തിട്ടുണ്ടാവുള്ളൂ. ഇനി പകുതി ദമ്മിലാണ്. ഇനി ഒരു 15-20 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിരിയാണി, സോയാബീൻ ചങ്ക് ബിരിയാണി, ടേസ്റ്റിയായ നല്ല യമ്മിയായ നല്ല ബിരിയാണി. എന്താ മണം! നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും ചീപ്പായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരെയും സംബന്ധിച്ച് വളരെ അനുഗ്രഹമായിരിക്കും. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. നിങ്ങൾ കഴിച്ചു നോക്കുക. കഴിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ വിളിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇത് കഴിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്യണം എന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.